എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമ്മളെ നല്ലൊരു കുറുകിയ കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നാളികേരം വറുത്തരയ്ക്കുകയോ അല്ലെങ്കിൽ പച്ചയ്ക്ക് അരച്ച് ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയ കടലക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാട്ടെ. അപ്പം നമ്മുടെ പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടെങ്കിലായിരിക്കില്ലേ കഴിക്കാൻ കൂടുതലായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതേ ഒരു കടലക്കറിയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ചെറിയ ജീരകം അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് കേട്ടോ. അപ്പം അതും വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, 1/4 ടീസ്പൂണോളൊക്കെ ചേർത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പു ആണ്. അതൊരു 5 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുകൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത്, ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് വാടി വരാമെന്ന് പറയില്ലേ, ആ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഇത് 3 എണ്ണം കൂടി അരച്ച് ചേർത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ആ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടായിരിക്കും, അതും കൂടിയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ അതൊന്ന് നല്ല രീതിയിൽ തന്നെ മൂത്ത് അതിൻ്റെ കളറൊക്കെ അതേ മാറി വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് കടല ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കടല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് 2 പൊട്ടറ്റോ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞത്, പിന്നെ അതേ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പ്യൂരിയും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് അടിച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറുകിയ ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കിടന്നിട്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഇനി വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും ആ വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 വിസിലൊക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കുറുകിയൊക്കെ വരും. അങ്ങനെ അതേ നമ്മുടെ കടലക്കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ വെള്ളമൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നന്നായിട്ട് കുറുകി റെഡി ആവുന്നിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയ്ക്കൊന്നും ഒരു ഉടവും സംഭവിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അല്ലാതെ നന്നായിട്ട് തന്നെ വെന്ത് റെഡി ആവുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയാൽ നമുക്ക് നല്ലൊരു കടലക്കറി വളരെ സിമ്പിളായിട്ടും അത് നല്ല കുറുകി നല്ലൊരു ചാറോട് കൂടി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ കടലക്കറി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.